നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോട്ടെന്ന് ചിലർ പരിഹസിച്ച് വിളിക്കുന്നതാണ്, ചിലർ തമാശക്ക് വിളിക്കുന്നതുമാവാം. പക്ഷേ ആൻ്റണി ഏതായാലും അത് കാര്യമാക്കി എടുത്ത മട്ടാണ്. ഇന്നലെയും അവൻ ഗോളടിച്ചു. അതും ഒരു സൂപ്പർബ് ഗോളാണ്. 1-1 സമനിലയായിരുന്നു വലൻസിയക്കെതിരെ. പക്ഷേ ആൻ്റണി 40-ാമത്തെ മിനിറ്റിൽ റയൽ ബെറ്റീസിന് ലീഡ് നേടിക്കൊടുത്തിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു ഗോൾ, പെനാൽറ്റി ബോക്സിൽ നിന്ന് തൊടുത്ത ഒരു കർവിംഗ് ഷോട്ട് വലയിലേക്ക് കയറുന്നത് അതിസുന്ദരമായിരുന്നു. ഇപ്പോൾ ആ ഒരു ഗോളിൻ്റെ സെലിബ്രേഷൻ നോക്കുക. എത്രത്തോളം ആവേശത്തിലാണ് ആൻ്റണി. അദ്ദേഹം ഒരു ബാഡ്ജിനെ കിസ് ചെയ്തു. അതോടൊപ്പം തന്നെ സഹതാരങ്ങൾ ഒരു ക്യാപ്പ് എടുത്ത് അവൻ്റെ തലയിൽ അണിയിക്കുകയാണ്. യെസ്, ആൻ്റണി ആൻ്റണിയെ അവരെല്ലാവരും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെ പരിഗണിക്കുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നതും. ആൻ്റണി പറഞ്ഞു കളിക്ക് ശേഷം, ഹിയർ അറ്റ് ബെറ്റീസ് ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഉറങ്ങി എഴുന്നേൽക്കുന്നു, അപ്പോഴൊക്കെ ഞാൻ ഹാപ്പിയാണ്, ഓൾ ദി ഡേ ഞാൻ ഹാപ്പിയാണ്. എനിക്കറിയില്ല എൻ്റെ ഭാവി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പക്ഷെ ഞാനിവിടെ ഹാപ്പിയാണ്, ഇവിടുത്തെ ഫാൻസ് ഇൻക്രെഡിബിൾ ആണ് എന്ന് ആൻ്റണി പറയുന്നു. ആൻ്റണി 9 ഗോളുകളും 5 അസിസ്റ്റുകളുമായിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയിട്ട്. വെറും 4 മാസമേ ആയിട്ടുള്ളൂ. ജനുവരിയിലാണ് അവൻ ചേക്കേറിയത്. 14 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന കാര്യം കൂടി അറിയുക. ഇന്നലത്തെ കളി ഒരു ഗോളാണ് അദ്ദേഹം നേടിയത്. 90% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. 40 പാസിൽ 36 ലക്ഷ്യത്തിലേക്ക്. 3 കീ പാസുകൾ കൊടുത്തു. ഗെയിമിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്ത രണ്ടാമത്തെ താരമാണ്. 8 ഡ്യുവൽസ് വിൻ ചെയ്തു, അക്കാര്യത്തിലും ഗെയിമിൽ രണ്ടാമതാണ്. 7 ബോൾസ് റിക്കവർ ചെയ്തു, അക്കാര്യത്തിൽ അവൻ ഒന്നാമതാണ്. 5 ടാക്കിൾസ് നടത്തി, അക്കാര്യത്തിൽ അവൻ ഒന്നാമതാണ്. sofascore.com കൊടുത്തത് 8 ആയിരുന്നു റേറ്റിംഗ്. ചുരുക്കത്തിൽ ആൻ്റണി പൊളിച്ചെടുക്കുകയാണ്. അവന് അവിടെ ശരിക്കും അങ്ങ് ജീവിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.